ഹായ് ഫ്രണ്ട്സ്, നിതിനാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ വൈകുന്നേരം തൊട്ട് ഒരു വാർത്ത ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പരക്കുകയാണ്. ശ്രീമാൻ മമ്മൂട്ടിക്ക് ക്യാൻസറാണ് എന്നൊക്കെ തുടങ്ങിയ ചില വാർത്തകൾ ഓൺലൈൻ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. മമ്മൂട്ടിയെക്കുറിച്ച് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ, അദ്ദേഹത്തിൻ്റെ ഡയറ്റ് കാര്യങ്ങൾ, പുകവലിയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ അദ്ദേഹം നിർത്തി സിനിമയ്ക്ക് വേണ്ടി. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഒരു ചെയിൻ സ്മോക്കർ ആയിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. പക്ഷേ വീണ്ടും പുള്ളിക്കാരന് വർഷങ്ങളോളം ഈ പുകവലി പുള്ളിക്ക് ഉപേക്ഷിക്കാനായിട്ട് വന്നു. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ പുകവലി ആളുകളെ വേഗം പ്രായമുള്ള ആളാക്കി തീർക്കുന്നു. നിരന്തരമായിട്ട് പുകവലിക്കുന്ന ആളെ അവരുടെ ഏജ് പെട്ടെന്ന് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ഥിരം മദ്യപാനികളുടെ ശരീരം ക്ഷീണിക്കുന്നതായിട്ടും കാണാൻ ഇടയാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണം മദ്യപാനം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു. പുകവലി അദ്ദേഹം ദീർഘനാൾ മുമ്പ് തന്നെ ഉപേക്ഷിച്ചായിരുന്നു. ഷാരൂഖ് ഖാനെ പോലുള്ള ആക്ടേഴ്സ് പുകവലിയും മറ്റ് ശീലങ്ങൾ ഉപേക്ഷിക്കാനുള്ള മടി കാരണം വർഷാവർഷം ശരീരത്തിലുണ്ടാകുന്ന ടാറ് നീക്കം ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ മമ്മൂട്ടി എന്ന് പറഞ്ഞ ആക്ടർ, അദ്ദേഹം എല്ലാവർക്കും ഒരു മാതൃകയാണ്, റോൾ മോഡലാണ്. അദ്ദേഹം പുകവലി പരിപൂർണമായിട്ട് ഉപേക്ഷിക്കുക മാത്രമല്ല, ആവശ്യമില്ലാത്ത ഭക്ഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഡയറ്റിൽ നിന്നും മാറ്റി. വർഷങ്ങളായിട്ട് ഇപ്പോൾ അദ്ദേഹം ഡയറ്റിലാണ്. ജ്യൂസും കാര്യങ്ങളും പിന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം മാത്രമാണ് അദ്ദേഹം കഴിക്കുന്നത്. പല ഇൻ്റർവ്യൂകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഫാറ്റ് അടങ്ങിയ മത്സ്യങ്ങൾ പുള്ളി കഴിക്കാറില്ല, ചെറിയ ചെറിയ മീനുകളൊക്കെയാണ് പുള്ളി കഴിക്കാറെന്ന്. അങ്ങനെ എല്ലാവർക്കും മാതൃകയായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇതുപോലെ ഹോസ്പിറ്റലായി അസുഖമായി എന്നൊക്കെ കേൾക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഡോക്ടർമാർ, ഒരുപാടല്ല, അദ്ദേഹത്തിൻ്റെ ടീമിൽ ഡോക്ടർമാരുണ്ട്, ഡയറ്റ് നോക്കുന്ന ആളുകളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൈക്കും കാലിനും എല്ലാ അവയവങ്ങളും സെപ്പറേറ്റ് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് പൊടുന്നനെ ഇദ്ദേഹം ഛർദ്ദിക്കുകയാണ്, ത്രൂ ഔട്ടായിട്ട് ഛർദ്ദിക്കുന്നു. അപ്പോൾ അതുമൂലം ചെക്കപ്പിന് പോയപ്പോഴാണ് മനസ്സിലായിരിക്കുന്നത് ഇദ്ദേഹത്തിന് ക്യാൻസറിൻ്റെ ചെറിയൊരു തുടക്കമുണ്ട്, കുടലിൽ ക്യാൻസറിൻ്റെ ചെറിയൊരു തുടക്കം. അപ്പം അദ്ദേഹത്തെ അപ്പോളോ ഹോസ്പിറ്റലാണ് കാണിച്ചത്. അവിടുത്തെ ഡോക്ടർമാർ വിദഗ്ധമായിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം പറഞ്ഞിരിക്കുന്നത് ഇത് ക്യാൻസറിൻ്റെ ചെറിയൊരു തുടക്കമാണ്, പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല, ചെറിയൊരു റേഡിയേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് സോഷ്യൽ മീഡിയയിലെല്ലാം മമ്മൂട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു, ഇനി എന്തെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഒരു തുടക്കമായതുകൊണ്ട് തന്നെ ഒരു റേഡിയേഷൻ ചെയ്ത് കഴിയുമ്പോൾ മാറും, വേറെ കീമോയോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മമ്മൂട്ടി എന്ന നടനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാമോ? പുള്ളിയുടെ അപ്ഡേഷൻ. പുള്ളി എപ്പോഴും അപ്ഡേറ്റ് ആണ്. പുള്ളി ഏത് കാര്യം ചെയ്താലും അപ്ഡേറ്റ് ആണ്. പുള്ളിയുടെ ഡ്രസ്സിങ്, പുള്ളിയുടെ ഗാഡ്ജറ്റ്സ്, അതായത് പിന്നെ കാറിൻ്റെ കളക്ഷൻ. ഇപ്പം പുതിയ കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് മമ്മൂട്ടിയുടെ പക്കൽ കാണും. പുതിയൊരു മോഡൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പുള്ളിക്കാരന് വേണം ഫസ്റ്റ്. അങ്ങനെയുള്ള ചില ക്രൈസും കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള ക്രൈസുകൾ വേണം. അതാണ് പുള്ളിക്കാരനെ ഫീൽഡിൽ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. പുള്ളി ഏത് കാര്യത്തിലും അപ്ഡേറ്റ് ആണ്. പലരും പറഞ്ഞു കേൾക്കാം, ഇപ്പോൾ ഒരു പുതിയ ഒരു പുതിയ ഡയറക്ടർ വന്നു, അല്ലെങ്കിൽ ഒരു പുതിയ നടൻ വന്നു, അപ്പം അവൻ്റെ കാര്യം മമ്മൂട്ടി അന്വേഷിക്കും. ആ പുള്ളി ഇപ്പോൾ ഏത് സിനിമയാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ പുതിയ പടം ഏതാണ്, പുതിയ സംവിധായകൻ, അവൻ്റെ നല്ല സ്റ്റോറി ഉണ്ടോ, അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. മമ്മൂട്ടി തന്നെ പറഞ്ഞ പോലെ തന്നെ മിനുക്കി എടുത്താണ് പുള്ളിയുടെ അഭിനയം റെഡിയാക്കിയതാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പുള്ളിയുടെ പഴയ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ചില സ്ഥലങ്ങളിലൊക്കെ ഓവർ ആക്ടിങ് പോലൊക്കെ തോന്നും. പക്ഷെ പിന്നീട് പുള്ളി അതെല്ലാം മേക്കപ്പ് ചെയ്ത് ഇപ്പം പക്ക നമുക്ക് മോഹൻലാൽ നാച്ചുറൽ ആക്ടിങ് ആണ്, മമ്മൂട്ടി ഒരു മെത്തേഡ് ആക്ടറാണെന്നൊക്കെ നമ്മൾ പണ്ട് പറയുമെങ്കിലും ഇപ്പോൾ ഏകദേശം രണ്ടുപേരും ഒരേപോലെ ആയിക്കഴിഞ്ഞു. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷനാണ് മെയിൻ. ദിലീപ് ഉൾപ്പെടെയുള്ള പല പഴയ നടന്മാർ ഫീൽഡ് ഔട്ട് ആയി കഴിഞ്ഞിരിക്കുന്നു. ഫീൽഡ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങളിൽ പെട്ട് ഇച്ചിരി ഡൗൺ ആയിട്ടുണ്ട്. പക്ഷേ മമ്മൂട്ടി ഒരിക്കലും ഡൗൺ ആകുന്നില്ല. മമ്മൂട്ടി എപ്പോഴും, നമ്മൾ എപ്പോൾ കണ്ടാലും അന്നേരത്തെ മമ്മൂട്ടിയാണ് നമുക്ക് ആവശ്യം. ഇപ്പം ഒരു 10-20 കൊല്ലം മുമ്പ് ഇറങ്ങിയ സിനിമ നമ്മളിപ്പോൾ കോട്ടയം കുഞ്ഞിച്ചനോ അല്ലെ കുട്ടേട്ടനെ കണ്ടു കഴിഞ്ഞാൽ അന്നേരത്തെ മമ്മൂട്ടിയാണ് ബെസ്റ്റ്. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ ഒരു സിനിമ, പുതിയൊരു സിനിമ നമ്മൾ കാണുവാണെങ്കിൽ ഇപ്പം ഉദാഹരണം പറയുവാണെങ്കിൽ ടർബോ സിനിമയിലെ മമ്മൂട്ടിയും നമ്മളിപ്പോൾ ഒരു കോട്ടയം കുഞ്ഞിച്ചിലെ മമ്മൂട്ടിയും കൂടി എടുക്കുകയാണെങ്കിൽ ടർബോയേക്കാളും സൈസും ഗെറ്റപ്പും എല്ലാം, ടർബോയേക്കാളും അല്ല, കോട്ടയം കുഞ്ഞിച്ചിനേക്കാളും സൈസും ഗെറ്റപ്പും എല്ലാം ടർബോയിൽ അഭിനയിച്ചിരിക്കുന്ന മമ്മൂട്ടിക്കാണ്. എന്ന് പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ഇത്രയും പ്രായമുണ്ടെന്നോ ഒന്നും നമുക്ക് തോന്നത്തില്ല. അപ്പം നമ്മൾ ഏത് സമയത്ത് എടുത്തു കഴിഞ്ഞാൽ അന്നേരത്തെ മമ്മൂട്ടിയാണ് നമുക്ക് അപ് ടു ഡേറ്റ്. അതാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ. അപ്പോൾ ഡോക്ടേഴ്സ് ഈ അസുഖവിവരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത്
അദ്ദേഹം നമുക്ക് സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറും ഒക്കെ ആയിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് 73 വയസ്സുണ്ട്. പ്രായാധിക്യം പ്രായം കൊണ്ടുണ്ടാകുന്ന ഒരു അസുഖമാണെന്നാണ് പറഞ്ഞത്. കാര്യം നമ്മുടെ മുടി നരയ്ക്കും, പല്ല് കൊഴിയും. അങ്ങനെ പ്രായത്തിൻ്റെതായ പല പല കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ആന്തരിക അവയവങ്ങളിലും ഇതുപോലുള്ള കാര്യങ്ങളും ലക്ഷണങ്ങളും കാണിക്കുമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. അപ്പം അങ്ങനെ വന്ന തികച്ചും നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം പുള്ളിക്കാരന് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്രാരംഭഘട്ടത്തിലായതുകൊണ്ട് തന്നെ അതൊരു റേഡിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ റേഡിയേഷനൊക്കെ ചെയ്ത് 1 മാസത്തിനകം മഹേഷ് നാരായണൻ സിനിമയിൽ ജോയിൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മമ്മൂക്ക എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ. വന്നു കഴിഞ്ഞിട്ട് നിരവധി ആക്ഷൻ സിനിമകൾ ഉൾപ്പെടെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നു. നമസ്കാരം. അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.